ജിത്തു മാധവൻ്റെ ആവേശം തിയേറ്ററിന് ശേഷം ഇപ്പോൾ OTT-ലും സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2023 ഏറ്റവും വലിയ സർപ്രൈസ് ഹിറ്റുകളിലൊന്നായിരുന്നു സംവിധായകൻ്റെ രോമാഞ്ചം. അപ്പോൾ ഈ രോമാഞ്ചത്തിലെയും ആവേശത്തിലെയും സിമിലാരിറ്റീസും ആവേശത്തിലെ രോമാഞ്ചം റെഫറൻസുകളൊക്കെ നോക്കുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ. പണ്ടൊരു ഇൻ്റർവ്യൂവിൽ ആവേശത്തിലെ ഫഹദിൻ്റെ ക്യാരക്ടർ രോമാഞ്ചത്തിലെ തൻ്റെ ക്യാരക്ടറിൻ്റെ സ്പിൻ ഓഫ് ആണെന്ന് ചെമ്പൻ പറഞ്ഞിരുന്നു. അത് പിന്നീട് സംവിധായകൻ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും ഒരേ അച്ചിൽ നിന്ന് വന്ന ക്യാരക്ടേഴ്സ് ആണെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ലുക്കും ഗ്ലാസും പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം ഫ്രണ്ട്സ് പോകുന്ന ഒരു ഗുണ്ട പരിപാടികളൊക്കെ സെയിം ആണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എൻ്റെ അടുത്താണോ വരുന്നത്? ഒരു ആവശ്യത്തിന് മുന്നേ എൻ്റെ കൂടെ ഒരു ജനമില്ല. അത് മാത്രമല്ല രോമാഞ്ചത്തിൽ അനാമിക പറയുന്ന 4316 എന്ന സ്കോർപിയോയുടെ നമ്പർ തന്നെയാണ് ഇവിടെ നമ്മുടെ രംഗണ്ണൻ്റെ ഫേവറേറ്റ് ഗാഡിയുടെ നമ്പർ എന്നും ശ്രദ്ധിച്ചാൽ കാണാം. എൻ്റെ വണ്ടി നമ്പർ എത്രയാണ്? 4316 ആണോ എൻ്റെ ബുള്ളറ്റ് നമ്പർ? അതാണോടാ? ഓ ഇല്ലടാ, സ്കോർപിയോൻ്റെ നമ്പർ അതാ. ഇവരുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിലെ മെയിൻ മെമ്പറുടെ പേര് നോക്കൂ, ജിബി ബിബി. ബിബിയുടെ അമ്മയെ പോലെ സദാ ചിരിച്ചുകൊണ്ട് പ്ലസന്റായി സംസാരിക്കുന്ന ഒരു അമ്മ ജിബിക്കുമുണ്ട്. മക്കള് കഴിച്ചാ? ഞങ്ങൾ കഴിച്ചായിരുന്നു. സോമ മോന്റെ കാലെങ്ങനെയുണ്ട്? മിഥുനാരാണ് എൻ്റെ ശരിക്കുള്ള പേര്. സോമൻ എന്നുള്ളത് കില്ല പേരാ. എന്നാലും സോമൻ എന്നുള്ള പേരാട്ടോ മോന് ചേരുക. ശരിക്കും ഈ അമ്മയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ആവേശത്തിലെ ബിബിയുടെ അമ്മ. 2 സിനിമകളിലും പുറമെ ടെററായ ക്യാരക്ടേഴ്സ് അമ്മ ഫോണിൽ വിളിക്കുമ്പം പൂച്ചക്കുട്ടികളെ പോലെ ആവുന്നുണ്ട്. രോമാഞ്ചത്തിലെ സിനു സോളമൻ്റെ സിഗ്നേച്ചർ ജെസ്ചർ 1-2 തവണ ആവേശത്തിൽ ശാന്തൻ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ജിബി നന്ദൂട്ടോ രോമാഞ്ചത്തിലെ മുകേഷിൻ്റെ ഈ ലെതർ ജാക്കറ്റ് ചെറിയ മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിലും ആവേശത്തിലെ പല സീനുകളിലും ഒരു പ്രധാന പ്രോപ്പർട്ടിയായി പ്രസൻസ് അറിയിക്കുന്നുണ്ട്. അതേപോലെ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഒരു പ്രധാനപ്പെട്ട റിവിലേഷൻ വരുമ്പോഴുള്ള ഈ കരച്ചിൽ, കൂട്ടത്തോടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നത്, ഓട്ടത്തിനിടയിൽ പുറകിലുള്ളയാൾ സ്ലോ മോഷനിൽ ഓവർടേക്ക് ചെയ്യുന്ന ഷോട്ട്, ഇതെല്ലാം നമ്മൾ രോമാഞ്ചത്തിൽ കണ്ടതാണ്. 2 സിനിമകളിലും വീടിൻ്റെ അടുത്ത്, ഇവർ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊരു റെയിൽവേ ട്രാക്കിൻ്റെ പ്രസൻസും ഉണ്ട്. ഇനി 2 സിനിമകളുടെയും സ്ക്രീൻ പ്ലേ സ്ട്രക്ചറും പാട്ടുകളുടെ പ്ലേസ്മെൻറ്റും നോക്കാം. സിനിമ തുടങ്ങി ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ സോങ്. രോമാഞ്ചത്തിൽ തലതെറിച്ചവർ, ആവേശത്തിൽ മാതാപിതാക്കളെ മാപ്പ്. 2 സിനിമകളിലും ഫസ്റ്റ് ഹാഫിലെ കോൺഫ്ലിക്റ്റ് ഇൻ്റർവെലിനോട് അടുപ്പിച്ച് തീർപ്പാവുന്നുണ്ട്. ഈ ഓജബോർഡ് തട്ടിൽ കയറ്റുന്നതോടെ രോമാഞ്ചത്തിലും കുട്ടിയുടെ ഗ്യാങ്ങിനെ തല്ലുന്നതോടെ ആവേശത്തിലും ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ അവസാനത്തിലാണ് ഇൻ്റർവെൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 2 സിനിമകളും ഇടവേള കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുന്നത് പാട്ടുകളിലൂടെയാണ്. രോമാഞ്ചത്തിൽ ആത്മാവേ പോ, ആവേശത്തിൽ ജാട. ഇതിന് ശേഷമാണ് ഒരു പുതിയ കോൺഫ്ലിക്റ്റ് ഉടലെടുക്കുന്നതും അതിൻ്റെ ഒരു ക്ലോഷറും ഒക്കെ 2 സിനിമയിലും. 2ാം ഭാഗത്തിനൊരു സാധ്യത തുറന്നു വെച്ചുകൊണ്ടാണ് 2 സിനിമകളും അവസാനിക്കുന്നത്. അതുകൂടാതെ ഈ പ്രീ റിലീസ് ഹിറ്റ് ചാർട്ടുകളിൽ ഏറ്റവും ടോപ്പായി നിന്ന പാട്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീനിലാണ് ജിത്തു 2 സിനിമയിലും ഉപയോഗിച്ചിട്ടുള്ളത്. ആദരാഞ്ജലിയും ഇല്ലൂമിനാട്ടിയും. തിയേറ്ററിൽ നിന്ന് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ഹൈ കിട്ടാൻ ഈ പാട്ടുകളുടെ പ്ലേസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. പിന്നെ സ്ക്രീൻ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ടൈറ്റിലും രോമാഞ്ചത്തിലും ആവേശത്തിലും കാണാം. ബിഹൈൻഡ് ദ ക്യാമറ രോമാഞ്ചവും ആവേശവും പ്രൊഡ്യൂസ് ചെയ്തത് മലയാളത്തിലെ പ്രശസ്തരായ 2 സംവിധായകരാണ് എന്നുള്ളതും കൗതുകമാണ്. രോമാഞ്ചം ജോൺ പോൾ ജോർജും ആവേശം അൻവർ റഷീദും. ഇത് കൂടാതെ എന്തൊക്കെയാണ് രോമാഞ്ചത്തിലും ആവേശത്തിലും സിമിലറായി നിങ്ങൾക്ക് തോന്നിയതെന്നും പിന്നെ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതുമല്ലോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ്.